നീ തിന്നോ? ഓ നീ ഇങ്ങനെ മുന്തിരി നൗക്കട മടി കിടന്ന് കൊഞ്ചാണ്ട് അക്ക പിള്ളേര് ഇപ്പൊ വരുമല്ലോ ആദ്യത്തേക്ക് വിശക്കൂല ഏറ്റവും വിശന്നിട്ടല്ലേ വരുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കല എല്ലാം കൊല്ലം മേടിച്ചിട്ടോന്ന് കൊടുക്ക്. നിനക്ക് നിന്റെ വയറ് വീർപ്പിക്കണ ഒരൊറ്റ ജ്വരമുള്ളൂ. എന്തല്ല ഇത് ഞാനിതെപ്പോഴും കാണുന്നല്ലേ. ആ പിള്ളേര് ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനാ മേടിച്ച്. എനിക്ക് വേണ്ട മുന്തിരി. ഞാൻ വിചാരിച്ച ആൾറെഡി പറഞ്ഞ പോലെ പിള്ളേർ വരൂല. ഇപ്പൊ പിള്ളേർക്ക് കൊടുക്കണ്ടേ? എന്താക്കി കൊടുക്കുക? ഞാൻ പോയിട്ട് നിനക്ക് അടി വാങ്ങിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, ഒരു ലേശം ചിക്കൻ ഉണ്ട്, ഒപ്പം പോയിട്ടില്ലേ ലേശം ഉരുളക്കിഴങ്ങ് വാങ്ങിട്ട് വാ. നമുക്കൊരു ഐറ്റം ആക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പെട്ടെന്ന് കഴിയുന്ന ഒരു ഐറ്റാണ്. പിള്ളേർ കഴിക്കോ? ആ കഴിക്കും. എരിവൊന്നും ഇല്ലാത്തതാണ്. ഒപ്പം പോയി വാങ്ങിട്ട് വാ. ഞാൻ ഉരുളക്കിഴങ്ങ് വാങ്ങാം. അതെ അവനിങ്ങനെ കിടക്ക് വിശക്കണമെന്നൊക്കെ പറയും. നീ ഇനിയിപ്പോ അവരെ വണ്ണം വെപ്പിക്കാൻ നോക്കണ്ട, പിള്ളേരെ വണ്ണം വെപ്പിക്കാൻ നോക്ക്. ഭർത്താവിന് വണ്ണമൊക്കെ ഇത്ര മതി കേട്ടാ. അവന് ആവശ്യത്തിനുള്ള വണ്ണമൊക്കെ ഉണ്ട്. അതിൽ വണ്ണം വെച്ച് വരട്ടെ. അതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അതാണ് നല്ലത്. ആ ഓ എന്റെ ദൈവമേ, എന്നാ കൊടുത്താ കുറ്റം, കൊടുത്തിട്ടില്ലെങ്കിൽ പറയും എന്റെ മോനെ പട്ടിണി കിട്ടുന്നു. എന്തെല്ലാം തരത്തിലുള്ള അമ്മായിയമ്മമാരാണ് എന്റെ ദൈവമേ. അയ്യോ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ടല്ലോ. ഓപ്പേ ഉരുളക്കിഴങ്ങ് മാത്രല്ല കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. ഉള്ളിയും പച്ചമുളകും തക്കാളിയെല്ലാം വാങ്ങിച്ചോ. ആ പിന്നെ ആട്ടപ്പൊടിയും കുറവേ ഉള്ളൂ, ലേശം ആട്ടപ്പൊടിയും വാങ്ങിച്ചോ. ഓപ്പ വാങ്ങിട്ട് വാ ഓപ്പ വേഗോ. ആ വേഗം വരണേ. ആ സാധനം വാങ്ങി വന്നിട്ടാ ചിക്കൻ സെറ്റായ എന്റെ മോളെ 10,400 സാധനായി. ഇതിനേക്ക് വേണ്ടി മാത്രല്ലല്ലോ, പിള്ളേർക്ക് വേണ്ടി 2 കടി വാങ്ങിയിരുന്നെങ്കിൽ 50 രൂപയ്ക്ക് 2 കടി കിട്ടിയാണ്. 3-5 കടി കിട്ടിയാണ്. എല്ലോപ്പേ ഇത് ഇതിനു വേണ്ടി മാത്രല്ല, നാളത്തേക്കും കൂടി വേണ്ടിയാണ്. ചിക്കൻ വേറെ. ചിക്കൻ ഇന്നലെ വാങ്ങിച്ചത് ഉണ്ടായതല്ലേ, പറയാ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് ഈ കടിയാക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് പോയാലുണ്ടല്ലോ, സോപ്പ് പൊടി, സോപ്പ്, അലക്കണ സോപ്പ്, പാത്രം കഴുകണ സോപ്പ്, 5 രൂപയുടെ സോപ്പ്, ഇതൊക്കെ വാങ്ങേണ്ടി വരും. ഇപ്പൊ സോപ്പ് പൊടി സോപ്പും വാങ്ങിപ്പിച്ചിട്ടില്ലല്ലോ. പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അല്ലേ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആട്ടപ്പൊടിയും എന്തെങ്കിലും ഓപ്പ് ഇത് ഞാൻ ആക്കി കഴിയുമ്പോ കണ്ടോ പൈസ പോയത് ഓർത്തിട്ടില്ലേ. ഓപ്പ് ഒട്ടും വിഷമിക്കൂല. അത്രക്ക് നല്ല അടിപൊളി ആയിട്ടാണ് ഞാൻ ആക്കാൻ വേണ്ടി പോന്നത്. ആ കണ്ടറിയാനൊന്നും ഇല്ല. അപ്പൊ കഴിച്ചു നോക്ക്. ആക്കട്ടെ. അമ്മ ജലജേശിന്റെ വീട്ടിലാറ്റം പോയിട്ടുണ്ടാവും എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട്. അതെല്ലാം ആവോ അപ്പൊ സമാധാനപ്പെട്ട് അവിടെ ഒന്ന് ഇരിക്കും. ഞാനിതൊന്ന് ആക്കി എടുക്കട്ടെ. ആ ആദ്യം തന്നെ ഇതാ ലേശം ഉപ്പ് ഇട്ടിട്ടില്ലേ, ഈ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഒന്ന് ലേശം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. ആ എല്ലാം കൂടി ഒരുമിച്ച് ഒരു 3 വിസിലേക്കട്ടെ. വെള്ളവും ഉരുളക്കിഴങ്ങും ഉപ്പും ചിക്കനും കൂടി ഇട്ടിട്ട് വേവിക്കണം. ചിക്കൻ ഇടല്ലേ. 3 വിസിലേക്കട്ടെ. അതെ 3 അല്ലെങ്കിൽ 2 എത്രയായാലും മതി. വലിയ ഐഡിയ ഒന്നും ഇല്ല. ആക്കി നോക്കല്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളല്ലേ നമ്മൾ ഓരോന്നും നടത്തേണ്ടത്. ആദ്യം അത് വിജയിക്കുമ്പോഴല്ലേ നമ്മള് നല്ലൊരു കുക്കാവുന്നത്. അപ്പൊ ഇത് കണ്ടു നോക്ക്. ചിക്കനും വെന്ത് ഉരുളക്കിഴങ്ങും വെന്ത്. വെന്തില്ലേ? ആ ഇനി നമുക്കിതാ ഈ ഉരുളക്കിഴങ്ങെന്നും ചിക്കനെന്നും ഇത് രണ്ടും മാറ്റി മാറ്റി വെക്കണം. ഇവരെ തമ്മിലൊരു ബന്ധം ഇല്ലാണ്ടാക്കണം. ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്.
എന്നാലും ശരിക്കും വെള്ളത്തില് ചിക്കന്റെ സത്തെല്ലാം ഉണ്ടാവും. അതെ, ഇത് നമുക്ക് വേണമെങ്കിലില്ലേ വേറൊരു പരിപാടിയും കൂടി ഉണ്ടല്ലോ, അതിനെടുക്കാം. ആ, ഇനി ഈ ഉരുളക്കിഴങ്ങിന നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടാ. അടുത്ത പരിപാടി എന്താന്നറിയോ? ഇതാ ഇതെല്ലാം ഇവിടെ മുറിച്ച് വെച്ചതല്ലോ, അപ്പൊ കണ്ടിനാ? എന്താ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില. ആ, ഇനി അടുത്ത പരിപാടി എന്താ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതാ ഉള്ളി ഇതാ കുനുകുന അരിഞ്ഞത് അങ്ങോട്ടേക്ക് തട്ടി കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം വാടട്ടെ കേട്ടാ. ഒരു ലേശം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ലേശം നാട്ട് ഒരുപാട് ഇട്ടല്ലേ? ഇല്ല ഇല്ല ഇല്ല. എന്താ ഉള്ളി ഒന്ന് ലേശം വാടിയപ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം. ഈ പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം വരുമ്പോ പിള്ളേര് തിന്നുവാടി. ഇത് പിള്ളേർക്ക് ആക്കുന്നതോ അതോ നമ്മക്കാക്കുന്നതോ? പിള്ളേർക്ക് പ്ലസ് നമുക്ക്. ഇത് ഇഞ്ചി കുറച്ച് കൂടുതലുണ്ടാ, എന്നാ ഇത്ര കുറച്ചെടുത്ത് മാറ്റാം. ചിക്കനോട് രസം പുഴുങ്ങിയത് അമ്മ കണ്ടാ പിന്നെ ചൊറയാൻ തോന്നാ. അമ്മ എന്നോട് പറഞ്ഞത് നീ അവര് ഇങ്ങനെ തടിപ്പിക്കല്ല, മര്യാദക്ക് മക്കൾക്ക് എന്തൊക്കെ തീറ്റ കൊടുക്കാൻ നോക്കുന്ന പറഞ്ഞ്. പുഴുങ്ങിയല്ലേ ടേസ്റ്റ് ഉണ്ടാ? എന്നാ ഒപ്പക്ക് ഇതൊന്ന് ഉപ്പ് നമുക്ക് അതിലെല്ലാം ഇടാല, അതിലിട്ടിട്ടുണ്ട്, ഉള്ളിയിലെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങനെ ഇതാക്കി തരുവാ. മിക്സിയിലിട്ട് അടിച്ചാല് ആ മിക്സിയിൽ പറ്റാനേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ മിക്സി തിന്നല്ലേ, അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണത് ഇത്രയും ബുദ്ധിമുട്ടില്ല. നേരത്തിനോട് ഞാൻ പറഞ്ഞത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട്. അടിച്ചെടുക്ക ഒരു കറക്കിറക്കി പിച്ച് ശരിക്കും ഇങ്ങനെ പിച്ച് ചിന്തിയ പോലെ ആവൂലേ? അങ്ങനെയല്ല വേണ്ടേ? എന്താ മുത്തേ നീ ഇങ്ങനെ? ഓപ്പ അതൊന്ന് ഇളക്ക്. പണിയുള്ളൂ, നീ ഇത് ചെയ്താവും. ശരിയാ. ഇപ്പൊ എന്തായാലും നീ ഇത്ര നേരം കാട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെയല്ലേ ആയത്? മുറിക്കഷ്ണം പോലെ ഇതുണ്ട്, നല്ല നൂറ് കിട്ടിയില്ലേ? കിട്ടി. അതല്ലേ പറയുന്നത്. ഒപ്പക്ക് ബുദ്ധി ഉണ്ട് ഞാൻ പണ്ടേ പറയില്ലേ ഒപ്പനോട്. ഇനി ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടണം. ഇട്ടോ വേറെ ആരും ഇടാന്നില്ല, നീ തന്നെ ഇട്ടാ മതി. ഞാൻ തന്നെയല്ലേ ഇടുന്നത്. എരിവ് അധികം ഇടുന്നില്ല കേട്ടാ. പൊടികളെല്ലാമായി. ഇപ്പൊ നല്ല മണമെല്ലാം വരുന്നില്ലേ മസാലപ്പൊടിന്റെ എല്ലാം? ഒപ്പക്കല്ലേ ഇവിടെ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ. ഇനി ഇതാ ഇതിലേക്ക് ചിക്കൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്ത്. ഓപ്പ മിക്സിന്റെ ജാറിലിട്ട് പൊടിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതുപോലെ അതെ, പാത്രം ചെറുതായല്ലേ. എപ്പോഴുള്ള പരിപാടിയാണിത്. എന്താ നീ നന്നാവാത്തെ? കണ്ടറിഞ്ഞ് ചെയ്യാൻ അറിയില്ല അല്ലേ? ഇനിയിപ്പോ ഉരുളക്കിഴങ്ങും കൂടി ഇടുമ്പോ പറ്റൂലല്ലോ. ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പെട്ട്. ഒന്ന് നോക്കട്ടെ. പാത്രം മാറ്റും. ഉപ്പില്ല. ഇല്ല. ചെറിയൊരു കയ്യബദ്ധം, നാറ്റിക്കരുത്. എന്ത് കുക്കിംഗ് വീഡിയോ എടുത്തോ അന്ന് തൊട്ടുള്ളതാണ് ഈ പാത്രം മാറ്റല്. ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ചിക്കനിലേക്ക്. ഇതിനിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം. അതൊക്കെ ശരിയാണ്. നിനക്കിപ്പോ ഇതായിട്ട് ആദ്യം തിന്നാനല്ലേ നീ ഇരിക്കണത്. ആ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇപ്പൊ വരും, വിശന്നിട്ടാണ് വരുന്നത്. നീ പോയി കൂട്ടിയിട്ട് വാ.
നമുക്ക് കൂട്ടിടട്ടെ. എപ്പോഴും അതെ. എന്തായി ഇത് വല്ലതും ആയാ? ഇതാമ്മ ഇതെല്ലാം ആയി. ഇനി ഇത് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. പിള്ളേർക്ക് തിന്നാൻ പറ്റുവാ? ആ കഴിക്കാൻ പറ്റൂ. ആ അല്ലെങ്കിൽ തന്നെ ബാക്കിയാവില്ല. പിള്ളേര് തിന്നില്ലെങ്കിൽ ബാക്കിയൊന്നാവില്ല. തിന്നാനാളുണ്ടല്ല. ഇതെങ്ങനെ പൊട്ടിയത്? അതാ അത് വണ്ടി കയറാൻ പോകുമ്പോല്ലേ ബാഗ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റ ഓടലും അപ്പഴേക്ക് അയ്യോ ഇത് പറഞ്ഞു പോയല്ല. അതല്ലെങ്കിലേ കീറാന്ന് നോക്കാം. ഇന്നില്ലേ മക്കൾക്ക് അമ്മ സ്പെഷ്യൽ കടിയാക്കുന്നുണ്ടല്ലോ. തട്ടിക്കൂട്ട് പഴംപൊരി. എന്ത് അത് നല്ല മോളെ. ഇന്ന് പുതിയ സാധനം, പുതിയ സ്പെഷ്യൽ. പോയി നോക്ക്. ഇതിന്റെ പേരൊന്നും നമുക്കറിയില്ല. മക്കൾ രണ്ടാളും കഴിച്ചു നോക്കിയിട്ട് ഇതിനൊരു പേരിട്ടോ, തട്ടിക്കൂട്ട് പഴംപൊരി പോലെ. ഓക്കെ വേഗം കുളിച്ച് മാറ്റി. ഓ എന്തായി? ഇതായിക്കൊണ്ടിരിക്കുന്നോപ്പേ. വിശപ്പൊടിയേ? ആ ഇത് പരത്തി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആ ഒപ്പക്കാരിക്കുമല്ലോ വിശപ്പ് കൂടുതൽ. അമ്മ കേക്കണ്ട. ഇത് ഇങ്ങനെ എല്ലായിടത്തും പരത്തി കൊടുക്കണം. മക്കളെന്നോട് വെച്ച് ഇതിന്റെ പേരെന്താന്ന്. ഞാൻ പറഞ്ഞു പേരൊന്നും നമുക്കറിയില്ല. അമ്മ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടതാന്ന്. ആക്കി നോക്കട്ടെ. ഇതിന്റെ പേര് മക്കൾ ഇട്ടോന്ന് പറഞ്ഞു കഴിച്ചു നോക്കിയിട്ട്. ഒരു പേരിടാ. നിങ്ങളെല്ലാവരും കൂടി ചപ്പാത്തി പോണ്ട. ഇനിയാണ് ശ്രദ്ധ വേണ്ട പണി. ഇതാവോ ഇല്ലയോന്ന് ഇതാ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇനിയില്ലേ ഇത് നമുക്കില്ലേ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അയ്യവാ പച്ചമാവ് പോന്നു. ദൈവമേ സച്ചിദാനന്ദ. പരിപാടി ഇതിലെ കൂടെ വീഴുന്നുണ്ടല്ലേ. അടച്ചു വെച്ചതിനോടാ ഓണടച്ചാ പോരെ. മൈദ അങ്ങനെയല്ലേ? അല്ല ആട്ടാ. ഓക്കെ ഓക്കെ എന്നാൽ ഇപ്പുറം അടക്കാം. ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ എന്ത് പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളേതായ രീതിയിലൊരു ഇതുണ്ടാവുമല്ലോ. ഇത് മുറിക്കുവാ. ഒരു കഷ്ണം ഓപ്പക്ക് ചെറുതായിട്ടാ കട്ട് ചെയ്തു. കുറച്ച് വലിപ്പം വേണ്ടേ? കുറച്ച് വലിപ്പം വേണം. എന്നാ ഓക്കെ ഇത്ര എടുക്കാം അല്ലേ? കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇനിയാണ് പരിപാടി. ഇങ്ങനെ പരുത്തുക. അത് പൊറോട്ടോലടി സംഭവം. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അത് കൊള്ളാലോ. ഏതാണ്ട് ഒരു പൊറോട്ട പോലെ ആയിട്ടുണ്ടല്ലേ? തിന്നോക്കിയാലേ മിക്സഡ് ചപ്പാത്തി. എന്ത് ചപ്പാത്തി? ചിക്കൻ മിക്സഡ് ചപ്പാത്തി. യെസ്. എന്തൊക്കെയോ ഷേപ്പാണ്, പക്ഷെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അതെ നമ്മുടെ അല്ലേ എന്തായത് എന്താ എന്താ പറയാ ചപ്പാത്തി വിത്ത് ചിക്കൻ. ചപ്പാത്തി വിത്ത് ചിക്കൻ ഉരുളക്കിഴങ്ങ് മിക്സ് ഇവിടെ ഇങ്ങനെ പരത്തി 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 വെച്ചിട്ടുണ്ട്. അതെ അതെ. ഇനിയിപ്പോ ഇതിലേക്ക് ബട്ടർ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ചിക്കനിലേക്ക് ചിക്കൻ ചപ്പാത്തിയിലേക്ക് ഇവിടെ ചിക്കൻ ചപ്പാത്തി നമ്മുടെ ഉരുളക്കിഴങ്ങ് വിത്ത് ചിക്കൻ ചപ്പാത്തി എന്ന് പറയാ സംഭവം. ഇങ്ങനെ പൊറോട്ട പോലെ പരത്തി പരത്തി വെച്ചിട്ടുണ്ട്. നല്ല പണിയുണ്ട് കേട്ടോ അത്യാവശ്യം. ഓ നമ്മള് വിചാരിച്ച് കണ്ടപ്പോ വിചാരിച്ച് വലിയ പണിയൊന്നുമില്ല. സിമ്പിൾ ബട്ടർ അല്ലേ? ബട്ടറിലേക്ക് ഇനി ഇതാ
ഇതിങ്ങനെ ഇട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താവും എങ്ങനെ ആവുന്നൊന്നും എനിക്കറിയില്ല. സെറ്റ് ആയെങ്കിലും മൊരിച്ചെടുക്കുമ്പോ എന്താവും അവസ്ഥ? ഇതെല്ലാം ഇനി ഇവിടെ നിന്ന് വിട്ട് കിട്ടൂലേ? ഇതില് എല്ലാം പൊട്ടി വീഴുക, അതെല്ലാം ഉണ്ട് എനിക്ക് പേടി. ഇത് സംഭവം ടേസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പം ഓപ്പ എന്നെ ഇതാക്കുന്നല്ലേ? അല്ല ആദ്യത്തെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. അമ്മ കണ്ട നീ മുണുങ്ങന്നല്ലേ, എന്റെ പേരെ കുറ്റല്ലേ ഇരിക്കൂ. പൂച്ച വെറ്റ് പൂച്ച തിന്ന് നോപ്പ കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ട്. പുരിയത്തുമ്മയൊക്കെ എന്താ സംഭവം? വേർത്ത് കുളിച്ച് എത്ര നേരമായി ഞാൻ നിക്കുന്നു. ടേസ്റ്റ് അടിപൊളി. ചൂടോടെ തിന്നണം കേട്ടോ. പക്ഷെ എന്തോ നല്ല ടേസ്റ്റ് ഇല്ലേ? മകക്കെല്ലാം നല്ല ഇഷ്ടാവും. ഇത് പിടിക്കും ഞാൻ വേഗം ബാക്കിയുള്ളതും കൂടി ആക്കി എടുത്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടായി. എന്റെ അമ്മ എന്ത് ടേസ്റ്റ് ആണത്. നോക്കിയേ, ഇത് നോക്കിയേ, പാക്കി വെച്ചിട്ട് ഇതാ ചൂടോടുകൂടി തിന്നണം. പക്ഷെ കഴിച്ചു നോക്ക്, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. കീടില ടേസ്റ്റ് അല്ലേ? നല്ല രുചി. മാറ്റില്ലേ? ഇതാ കണ്ടില്ലേ? ഇതാ തിന്നോക്ക്, ഭയങ്കര ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്ക് തുക്കു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ചിക്കൻ എന്ത് മക്കൾക്ക് ചായക്കടിക്കാനില്ല, ചായക്കടിക്കാനില്ല എന്ന് പറയണ്ട. ചായക്കടിയെല്ലാം ആയിട്ടുണ്ട്. എല്ലാം ഞാൻ തിന്ന് തീർക്കുന്നൊന്നും ഇല്ല, കേട്ടനാ? ഒരെണ്ണോട് തിന്ന് നോക്കി, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. അല്ലേക്ക് എങ്ങനെ ഉണ്ടാ? നല്ല രസൂലേ? ആ ഇവിടെ കൊറേ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ചുട്ടെടുത്ത് ചൂടോടുകൂടി തിന്നണം കേട്ടോ. നല്ല രസാ. സണ്ടൊക്കെ ഇപ്പൊ കാണുമ്പോ കൊതി വരും. എങ്ങനെയുണ്ട്? സോസ് വേണം. അയ്യോ, സോസും കൂട്ടിയാ തിന്നേണ്ടത്. എനിക്ക് സംഭവം കഴിക്കാൻ വേണ്ടി കൊതിയായിട്ടല്ലായിരിക്കും. ടേസ്റ്റ് നോക്കിയപ്പോ തന്നെ വല്ലാണ്ട് കൊതിയായിട്ടിരിക്കാണ്. മസ്റ്റ് ട്രൈ റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്തോ. സംഭവം അടിപൊളി ഗൈസ്. നോക്കിയേ, സംഭവം നല്ല അടിപൊളി കേട്ടാ. എനിക്ക് തോന്നുന്നു നികി ഇപ്പൊ ഈ അടുത്തൊന്നും ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു പലഹാരം ഉണ്ടാക്കിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മള് വീഡിയോ എടുത്ത് നിക്കുന്നോണ്ടാണ് ലേറ്റ് ആവുന്നത് കേട്ടാ. അല്ലെങ്കിൽ പെട്ടെന്ന് ആക്കാൻ വേണ്ടി പറ്റി. ഓരോന്ന് എടുത്ത് അതെ. അപ്പൊ എന്തായാലും നികിയുടെ ഇത്തവണത്തെ പരീക്ഷണം എങ്ങനെയുണ്ട് എന്ന് നമ്മളെന്തായാലും ടേസ്റ്റ് അറിഞ്ഞ്, എന്നാലും ഒന്നും കൂടി നമുക്ക് കഴിക്കാം. ആദ്യം മാസ്റ്റർ ഇന്ദ്രജിത്ത് നമ്മളോട് അഭിപ്രായം പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ദുർഗ. അമ്മയല്ലേ പറഞ്ഞ പിള്ളേർക്കൊന്നും ആയി കൊടുത്തില്ലെന്ന്. നീ എനിക്ക് കഴിക്കുക ബാ. ഇനി ഞാൻ തന്നെ നിന്ന് വയറിറക്കുന്നില്ല. അല്ലെങ്കിൽ എടുക്കടാ, എടുത്തടാ. ദുഃഖം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതാ വായൊക്കെ പൊള്ളിട്ടാ. കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അത് ഈ സോസിൽ ഇങ്ങനെ അവിടെ മുക്കിയിട്ട് ഒരു കടി. വായിൽ വെക്കുമ്പോ തന്നെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കിക്കോ. അല്ലെങ്കിൽ തുഗു ഒന്നും അഭിപ്രായം പറയുന്നില്ലല്ലോ. ഇന്ദ്രു എന്താണ്? ഒന്നും പറയാനില്ലേ? അതല്ലേ? അലേക്ക് എന്താ പറയുന്നേ? അമ്മ എന്താ പറയുന്നേ? എന്നാ അവിടെ ഇരിക്ക്. അച്ഛന്റെ രാമേട്ടന്റെ തോട്ടത്തില്. അപ്പൊ എന്തായാലും ഇന്നത്തെ നികിയുടെ സ്പെഷ്യൽ പരീക്ഷണം കൈയടിച്ചേ മതിയാവും. അതെ, സംഭവം ഞങ്ങൾ കൈയടിച്ച എല്ലാവരും കൈയടിക്കൂ. അപ്പൊ എല്ലാരും ആക്കി വയ്ക്കോ. അതെ, ഞാൻ കഴിച്ചോളാം. കഴിക്ക നിങ്ങൾ കഴിക്ക്. എന്നാ പിന്നെ നമുക്ക് വ്ലോഗ് വൈൻഡപ്പ് ചെയ്തൂടെ? ഇനിയിപ്പോ എന്താ അല്ലേ അമ്മേ? വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അടുത്ത എന്തെങ്കിലും സ്പെഷ്യലും വ്ലോഗുകളൊക്കെ ആയിട്ട് പിന്നെയും കാണാം ഗൈസ്. അപ്പൊ തൽക്കാലം ആക്കി നോക്കാത്തവര് ആക്കി നോക്കണം. സിമ്പിൾ ആണ് പരിപാടി, പക്ഷെ പവർഫുൾ. നല്ല ടേസ്റ്റ് ഉണ്ട്. ടാറ്റാ ടാറ്റാ ടാറ്റാ.